രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമൻ ചിന്തിച്ച് ദുഃഖിക്കാതെ, രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ച് ദുഃഖിക്കാതെ നിങ്ങൾ രാമ 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 എന്ന് നിരന്തരം ജപിച്ചുകൊള്ളൂ. ഇങ്ങനെ വാമദേവന്റെ വാക്കുകൾ കേട്ടപ്പോഴേക്കും ആ ആളുകൾക്ക് തെല്ല് ഒരു ആശ്വാസമായി. അവർ രാമമന്ത്രം ജപിച്ചു തുടങ്ങി. ഇങ്ങനെ വാമദേവൻ ജനങ്ങളെ സമാധാനിപ്പിക്കുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അച്ഛൻ്റെ സാന്നിധ്യം ഉള്ള കൈകേയി ഗൃഹത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തി അവർ മൂവരും കൂടി അച്ഛൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. സീതയെയും ലക്ഷ്മണനെയും കൂടി തന്നോടൊപ്പം കാനനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അച്ഛനോട് രാമൻ ചോദിച്ചു. കൈകേയിക്ക് വളരെയേറെ സന്തോഷമായി കഴിഞ്ഞു. രാമൻ പോകണമെന്ന് മാത്രമേ കൈകേയി ആവശ്യപ്പെട്ടുള്ളൂ. ഇപ്പോഴിതാ സീതയും ലക്ഷ്മണനും കൂടി പോകുന്നു. വളരെ നന്നായി. കാരണം അവരും രാമപക്ഷപാതികളാണ്. അപ്പോൾ അവരും ഈ കൊട്ടാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ തൻ്റെ ഇഷ്ടങ്ങൾക്ക് അത് വിപരീതമായി തീരും. ഇപ്പോഴിതാ താൻ പറയാതെ തന്നെ അവരും പുറപ്പെടുന്നു. സന്തോഷിച്ചു. ആ അവസരത്തിൽ കൈകേയി എന്തു ചെയ്തു? ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ആ അമ്മ ഒരിക്കലും ഇങ്ങനെ മരവുരി കൊടുക്കാൻ പാടില്ല. ഈ രാജകുമാരന്മാർക്കും റാണിയാകേണ്ട സീതയ്ക്കും ഒരിക്കലും പാടില്ല. പക്ഷെ അതാണ് അമ്മയും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു ഇവിടെ കിളിമകൾ. അരുതാത്ത കാര്യമാണ് ആ കൈകേയി മാതാവ് ചെയ്തത്. ശ്രീരാമന് മരവുരി കൊടുത്തു, സീതയ്ക്ക് മരവുരി കൊടുത്തു, അനുജനായിരിക്കുന്ന ലക്ഷ്മണനും മരവുരി കൊടുത്തു. രാമനെന്ത് ചെയ്തു? രാമന് യാതൊരു ദുഃഖവുമില്ല, യാതൊരു ചാഞ്ചല്യവുമില്ല. വളരെ പ്രസന്നവദനാണ് രാമൻ. ലക്ഷ്മണനും അങ്ങനെ തന്നെ. രാമൻ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. ഋഷിമാര് ധരിക്കുന്നതായ ആ മരവുരി കാനനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാനനത്തിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് പാകപ്പെടുത്തി എടുക്കുന്നതാണ് ഈ മരവുരി. പ്രത്യേക വൃക്ഷങ്ങളിൽ നിന്ന്, ഇതിനുള്ളതായ വൃക്ഷങ്ങളിൽ നിന്ന് അതിനെ അദ്ദേഹം ധരിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് താൻ അതുവരെ ധരിച്ചു പോകുന്നതായ പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ചീരം ധരിക്കുന്നത്. ലക്ഷ്മണനും അതേ പ്രകാരത്തിൽ ചീരം ധരിച്ചു. പക്ഷേ താൻ എന്ത് ചെയ്യണം, എങ്ങനെ ഇത് ധരിക്കണം സീതയ്ക്ക് അറിയില്ല. ആ ചീരവും അമ്മ തന്നതായ ചീരവും കൈകേയി തന്നതായ ചീരവും കയ്യിൽ ഏന്തിക്കൊണ്ട് സീത രാമന്റെ മുഖത്തേക്ക് നോക്കി. ആ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു. സീതയുടെ കയ്യിൽ നിന്നിട്ട് ആ പരുഷമായ പരുക്കനായ, ആർക്കും അത് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ വേദന അനുഭവപ്പെടും, വല്ലാത്ത ഒരു പരിപരിപ്പ് അനുഭവപ്പെടും. അങ്ങനെയുള്ളതായ ആ ചീരത്തെ സീതയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സീത ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രത്തിന്റെ മുകളിൽ അത് കെട്ടിവെച്ചു. ചീരം കെട്ടിവെക്കാനേ പറ്റൂ. ആ അവസരത്തിൽ ആളുകൾ, ആ കൊട്ടാരത്തിനകത്തുള്ള മറ്റ് ആളുകളെല്ലാവരും അവർ ചുറ്റിനും നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം കണ്ണുനീര് തൂവാണ്. ഇത് കണ്ടപ്പോൾ അവര് വാവിട്ട് ഉറക്കെ അലമുറയിടാൻ തുടങ്ങി. ഇത് കണ്ടു വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ. വളരെയേറെ കോപിച്ചു അദ്ദേഹം. എന്നിട്ട് കൈകേയിയെ അങ്ങേയറ്റം ശകാരിച്ചു അദ്ദേഹം. വളരെയേറെ ദുഃഖത്തോടുകൂടി
കോപത്തോടുകൂടി കൈകേയിയോട് പറഞ്ഞു, ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ. കൈകേയിയോട് വസിഷ്ഠൻ പറയുന്ന വാക്യമാണ്. ലോകത്തിൽ ആരോടും ഇതുവരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് ആ കണ്ഠത്തിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുന്നത്. എന്നിട്ട് കൈകേയിയെ കണക്കിന് ശകാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്തിയാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ. ഈ ജാനകി പതിവ്രതയാണ്. അവൾ ഭക്തിയോടുകൂടി ഇതാ ഭർത്താവിനോടൊപ്പം, ഭർത്താവ് എവിടെയാണോ അവിടേക്ക് ഞാനും പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് കൂടെ തിരിച്ചിരിക്കുകയാണ്. തടയാൻ ലോകത്ത് ആരും ആളല്ല. അങ്ങനെ സീത തന്റെ ആ ജീവിത വ്രതത്തെ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മനിഷ്ഠയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രയാണം ചെയ്യുകയാണെങ്കിൽ, കാനനത്തിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാ പോവേണ്ടത്? ചീരം ധരിച്ചുകൊണ്ടല്ല, സന്യാസ വേഷത്തിലല്ല, വിനയോ സർവാഭരണ വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. അങ്ങനെ വേണം സീത പോവാൻ. എല്ലാ ആഭരണങ്ങളും ധരിച്ച്, ദിവ്യാംബരങ്ങളും ധരിച്ച്, മഹാലക്ഷ്മി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ എങ്ങനെയിരിക്കും അതേ പ്രകാരത്തിൽ അങ്ങനെ വേണം സീത രാമനോടൊപ്പം കാനനത്തിലേക്ക് പോകേണ്ടത്. ഗുരുനാഥൻ കൽപ്പിച്ചു. ആ കൽപ്പനയ്ക്ക് എതിര് പറയാൻ ലോകത്തിൽ ആർക്കും പറ്റൂല. ഈ അവസരത്തിൽ വാൽമീകി രാമായണത്തിൽ നമ്മൾ കേൾക്കും, ദശരഥ മഹാരാജാവ് ഉടനെ തന്നെ സുമന്ത്രരോട് പറയും, ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ദിവ്യാഭരണങ്ങൾ വളരെയേറെ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. വളരെയേറെ എല്ലാവർക്കും കൊടുത്തിരുന്നു, പത്നിമാർക്ക് എല്ലാവർക്കും, സീതയ്ക്കും അതുപോലെ മാണ്ഡവിക്കും ഊർമിളയ്ക്കും ശ്രുതകീർത്തിക്കും ഒക്കെ കൊടുത്തിരുന്നു. ഇനിയും വളരെയേറെ അവിടെ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. അതെല്ലാം സീതയുടെ മുന്നിൽ വെക്കാൻ പറഞ്ഞു. അത് ധരിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് എന്ന അദ്ദേഹം കൽപ്പനയും ആയി. ഇത് വാൽമീകി രാമായണത്തിൽ നമ്മൾ കേൾക്കും. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ദശരഥനെ പ്രദക്ഷിണം ചെയ്തു. സീതയും ലക്ഷ്മണകുമാരനും അതേ പ്രകാരത്തിൽ ദശരഥനെ പ്രദക്ഷിണം ചെയ്തു. ഈ അവസരത്തിൽ വാൽമീകി രാമായണത്തിൽ നമ്മൾ ഒന്നുകൂടി കേൾക്കും, രാമ, കാനനത്തിലേക്ക് പോകണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ നീ എന്തിന് ഈ രാത്രിയിൽ പോകുന്നു? നേരം ഒന്ന് പുലരട്ടെ, എന്നിട്ട് പോയാൽ പോരെ, അർദ്ധരാത്രിക്ക് എന്തിന് യാത്ര ചോദിക്കുന്നുണ്ട് അദ്ദേഹം. പക്ഷെ അതിന്റെ വിപത്ത് രാമൻ അറിയാം. നേരം പുലരുമ്പോൾ അഭിഷേകം കാണാൻ വേണ്ടി ജനങ്ങൾ സർവ്വസന്നാഹങ്ങളും ഒരുക്കി ഉത്സവം ആഘോഷിച്ച് ഇങ്ങനെ കഴിയുകയാണ് നഗരത്തില്, ഈ കൊട്ടാരത്തിന് ചുറ്റും. അവര് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞറിഞ്ഞ് വരുന്നേയുള്ളൂ. അവരെല്ലാവരും അറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഇവിടുന്നിട്ട് പോകണം. പുലരുന്നവരെ കാത്തിരുന്നു കഴിഞ്ഞാൽ പോകാനാവില്ല. ഇത് രാമനറിയാം. നോക്കിക്കോണം, രാമന്റെ ധർമ്മനിഷ്ഠ. ഏതു പ്രകാരത്തിലും അച്ഛനെ സത്യപ്രതിജ്ഞനാക്കി അടങ്ങൂ. രാമന് വേണമെങ്കിൽ സിംഹാസനത്തിൽ തെല്ലെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു നിമിഷം വൈകിച്ചാൽ മതി. ദശരഥനല്ലേ പറഞ്ഞത് നേരം പുലർന്നിട്ട് പോയാൽ മതി എന്ന്. ആദ്യം എന്നെ ബന്ധിച്ച് രാജാവാകൂ എന്ന് പറയും നമ്മൾ കേട്ടു ഇന്നലെ. ഇവിടുതാ നേരെ പുലർന്നിട്ട് പോയെങ്കിലും പോയാൽ മതി, അതുവരെയെങ്കിലും ഇവിടെ ഇരിക്കുക. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞ്. പക്ഷേ രാമൻ അങ്ങനെ ഒരു അവസരം പോലും തന്റെ ആ നിഷ്ഠയ്ക്ക് കൊടുക്കാതെ അദ്ദേഹം അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ദശരഥ മഹാരാജാവിനെ നമസ്കരിച്ച് ലക്ഷ്മണനും സീതയും അതേ പ്രകാരത്തിൽ രാമനോടൊപ്പം മഹാരാജാവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. എന്നിട്ട് അപ്പോഴേക്കും മുന്നിൽ അവിടെ സുമന്ത്രര് തേരെല്ലാം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. തേരും ഒരുമിച്ച് നിർത്തി. ഈ സുമന്ത്രരും കുതിരയെല്ലാം പൂട്ടി വേണ്ടുന്ന തയ്യാറെടുപ്പോടുകൂടി അദ്ദേഹം അവിടെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് തേര്. ശ്രീരാമദേവൻ അപ്പോൾ സീതയോട് പറഞ്ഞു, തേരിൽ കരയേറുക സീതയെ, വിരവിൽ നീ. നേരം ഇനി കളഞ്ഞിടരുത് ഏതുമേ. അതാണ് പ്രധാനം. ഇനി അല്പവും സമയം വൈകിക്കാൻ പാടില്ല. എത്രയും വേഗം ഇവിടുന്ന് പുറപ്പെടണം. അതുകൊണ്ട് അലയോ സീതേ, നീ തേരിൽ കയറൂ. സീത തേരിൽ കയറി രാമന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് രാമനും തേരിലേക്ക് കയറി. പിന്നാലെ ലക്ഷ്മണൻ, പിന്നെ സുമന്ത്രർ. എന്നിട്ട് സുമന്ത്രര്
രാമന്റെ കൽപ്പന അനുസരിച്ച് ആ തേര് വളരെ വേഗത്തിൽ ഓടിച്ചു പോയി. ആളുകള് അധികം പേരും ഇത് അറിഞ്ഞിട്ടില്ല. കൊട്ടാരവും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും മാത്രമേ ഇങ്ങനെ രാമന്റെ അഭിഷേകത്തിന് വിഘ്നം വന്നിരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞുള്ളൂ, കാരണങ്ങളൊക്കെ അറിഞ്ഞുള്ളൂ. മറ്റുള്ളവർ അറിഞ്ഞില്ല. ഇപ്പോൾ അഭിഷേകം നടക്കും, സൂര്യൻ ഇപ്പോൾ ഉദിക്കും എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അവർ ഉത്സവം ആഘോഷിക്കുകയാണ്. ആളുകൾ അമ്പരന്നുപോയി. വളരെ വേഗത്തിൽ കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നിട്ട് ഒരു തേര് പാഞ്ഞു പോകുന്നു. തേര് അവർക്കറിയാം, സുമന്ത്രർ തെളിക്കുന്ന ദശരഥന്റെ തേരാണ്. ആ തേരിൽ ഇരിക്കുന്നത് രാമൻ, സീത, ലക്ഷ്മണൻ. രാമൻ ഇപ്പോ മരൗരി ധരിച്ചിരിക്കുന്നു, ലക്ഷ്മണൻ മരൗരി ധരിച്ചിരിക്കുന്നു, സീത സർവാഭരണ ഭൂഷിതയാണ്. എന്തേ ഇതിന് കാരണം? ആർക്കും മനസ്സിലാകുന്നില്ല. അവരെല്ലാവരും വേദനിച്ചു, അവരെല്ലാം കരയാൻ തുടങ്ങി. അപ്പോഴേക്കും മഹാരാജാവായ ദശരഥൻ, അദ്ദേഹം കൊട്ടാരത്തില് വെറും നിലത്ത് കിടന്ന് കരയുകയായിരുന്നു. അദ്ദേഹം ഒരു ഉന്മത്തനെ പോലെ ചാടിയെണീറ്റ് ആ തേരിന്റെ പിന്നാലെ പാഞ്ഞു വന്നു. തേരിന്റെ പിന്നാലെ പാഞ്ഞു വന്നിട്ട് ഭൂവനും നിൽക്കെന്ന് ചൊന്നാൻ ഉറക്കെ വിളിച്ചു പറയാണ്, നിക്കൂ 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 എന്ന്. തേരിന്റെ പിന്നാലെ ഓടി എന്ന് പറയാണ്. രഘുനാഥനും ഗച്ഛഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തു. നിൽക്കൂ എന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ നിമിഷം തേരവിടെ നിൽക്കും, സുമന്ത്രർ നിർത്തും. ദശരഥൻ പറയണമെന്ന് പോലുമില്ല. ദശരഥൻ വിചാരിച്ചാ മതി. ദശരഥൻ എന്ത് കാര്യം വിചാരിച്ചാലും അപ്പോൾ അത് നടത്തുന്നയാളാണ് സുമന്ത്രര്. എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ ആജ്ഞകളെയെല്ലാം ഭംഗിയായി നടപ്പിലാക്കിയ മന്ത്രിയാണ് സുമന്ത്രര്. അതുകൊണ്ട് ഉടനെ തന്നെ രാജകൽപ്പന നിൽക്കൂ നിൽക്കൂ എന്ന് കേട്ടപ്പോഴേക്കും രാമൻ ഉടൻ സുമന്ത്രരോട് പറഞ്ഞു, ഗച്ഛേതി, പോ 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 പോ, നിൽക്കരുത്. നിന്നുപോയാൽ ജനങ്ങൾ തേരുവളയും, പിന്നെ പോകാൻ പറ്റൂല. ആളുകൾക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ വേഗത്തിൽ പാഞ്ഞു പോവുക, അത് മാത്രമേ അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. എന്തിനു വേണ്ടി? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി. തിഷ്ഠേതി രാജാ ചുക്രോശ ഗച്ഛേതി രാഘവ. വാൽമീകി പറയുകയാണ്, വാൽമീകിയുടെ രാമായണം. തിഷ്ഠേതി രാജാ ചുക്രോശ, രാജാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു തിഷ്ഠ എന്ന്. ഉടൻ രാമൻ പറഞ്ഞു ഗച്ഛ എന്ന്, പോ 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 എന്ന്. ദശരഥന്റെ വാക്കിനെ ഇതുവരെ ഒരു വാക്കിനെ പോലും, ദശരഥന്റെ ഒരു ആജ്ഞയെപ്പോലും സുമന്ത്രർ ലംഘിച്ചിട്ടില്ല. ഇപ്പോഴിതാ സുമന്ത്രരോട് ആ ആജ്ഞയെ ലംഘിക്കാൻ പറയണം. ആരാ പറയുന്നേ? രാമൻ തന്നെയാ പറയുന്നേ. അപ്പോഴേക്കും സുമന്ത്രർ രാമന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ രാമന് കാര്യം മനസ്സിലായി. തിരിച്ചു വരുമ്പോഴേക്കും കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, രാമൻ മറുപടി പറഞ്ഞു. അത് അധ്യാത്മരാമായണത്തിൽ കാണില്ല, അത് വാൽമീകി രാമായണത്തിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേട്ടു എന്നുള്ളത് സത്യമാണ്, എന്നാൽ കാനനത്തിലേക്ക് പോവുക എന്നുള്ളത് സത്യമാണ്. രണ്ട് സത്യങ്ങൾ വിപരീതമായി നിൽക്കുന്നു. അങ്ങനെ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാം. അങ്ങനെ രണ്ട് സത്യങ്ങൾ വിപരീതമായി നിന്നാൽ എന്തു വേണം? വലിയ സത്യമേതോ അതിനെ സ്വീകരിക്കണം. വലിയ സത്യം അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി കാട്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാജാവിന്റെ ആജ്ഞയെ ലംഘിച്ചു എന്നുള്ളത് അതിന്റെ മുന്നിൽ ചെറുതാണ്. അത് സത്യം തന്നെ ചെറുതാണ്. അതുകൊണ്ട് വലിയ സത്യത്തെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് പിക്കൊള്ളൂ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അതിസൂക്ഷ്മമായിരിക്കുന്ന ഗഹനമായിരിക്കുന്ന തത്വം ഇവിടെ വാൽമീകിയും എഴുത്തച്ഛനും നമുക്ക് നേരിട്ട് ഇതര സന്ദർഭങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. വളരെ വേഗത്തിൽ തേര് പാഞ്ഞുപോയി. ആളുകൾ പലരും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ തേരിന്റെ പിന്നാലെ പാഞ്ഞു. രാമൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് വളരെ വേഗത്തിൽ അറിഞ്ഞു. കാട്ടുതീ പോലെ എല്ലാവരും പറഞ്ഞു. അവർ തേരിന്റെ പിന്നാലെ പാഞ്ഞു. അങ്ങനെ രാമൻ കാനനത്തിലേക്ക് പോവുകയും നാട്ടുകാർ പുറകെ ഓടുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തില് ദശരഥൻ അവിടെ ഇപ്പോഴും കൈകേയിയുടെ ഭവനത്തിലാണ്. അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറഞ്ഞു,
എന്നെ എടുത്ത് ഇനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോട് മാതൃഗേഹത്തിങ്കലാക്കുവിൻ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. എവിടെ? കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക്. ഇനി എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് യാതൊരു ഇഷ്ടവുമില്ല. അങ്ങനെ എന്നെ കൗസല്യാഭവനത്തിൽ കൊണ്ടുപോകൂ എന്ന് ദശരഥൻ കൽപ്പനയായി എല്ലാവരും യഥായോഗ്യം അദ്ദേഹത്തെ അവിടേക്ക് സൈനികര്, മന്ത്രിമാര് കൊണ്ടുപോവുകയും ചെയ്തു. ശ്രീരാമൻ വളരെ വേഗത്തിൽ തേരോടിച്ചു പോവാണ്. ശ്രീരാമന് വേണ്ടി സുമന്ത്രർ തേരോടിക്കാണ്. അയോധ്യയുടെ അതിരുകളിലെത്തി, നഗരത്തിന് വെളിയിലെത്തി. നഗരത്തിന് വെളിയിൽ കാനനം നിറഞ്ഞ ഭാഗങ്ങളിൽ തൊട്ടപ്പുറത്തായിട്ട് തമസാ നദി ഒഴുകുന്നുണ്ട്. ശ്രീരാമനും തമസാ നദി തന്നോട് തീരം ഗമിച്ച് വസിച്ചു നിശാമുഖേ. സന്ധ്യ വരുന്ന അവസരത്തിൽ അവിടെ എത്തി, തമസയുടെ മുന്നിലെത്തി. ഇന്നും അയോധ്യയിൽ ചെന്നാൽ ആ നഗരത്തിൽ നിന്നിട്ട് കുറേ ദൂരെയായിട്ട് 10-25 കിലോമീറ്റർ അപ്പുറമായിട്ട് നമുക്ക് തമസാ നദി കാണാം. വളരെ മനോഹരിയായിട്ട് ഒഴുകുന്ന തമസ. അതിൻ്റെ തീരത്തുള്ള കാനനങ്ങളിലായിരുന്നു വാൽമീകി തപസ് ചെയ്തിരുന്നത് എന്നും നമുക്ക് അറിയാം. അങ്ങനെ തമസാതീരത്തെത്തി രാമനും ലക്ഷ്മണനും സീതയും സുമന്ത്രരും. അവിടേക്കും നാട്ടുകാരും എത്തി. രാമൻ അന്നവിടെ വിശ്രമിക്കുകയാണ്. നാട്ടുകാർ വന്ന് വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പൗരജനങ്ങളും ചെന്ന് അരികെ പൊക്ക് ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായെങ്കിൽ കാനനവാസം നമുക്കുമെന്നേ വരൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ വളഞ്ഞിരിക്കുക. രാമനെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കും കാനനവാസം തന്നെ. ഞങ്ങളും അയോധ്യയിലേക്കില്ല, കാനനത്തിലേക്ക് തന്നെ. രാമനോടൊപ്പം ഞങ്ങളും കാട്ടിലേക്ക് പോകും. രാമന്റെ സത്യം ഞങ്ങളുടെയും സത്യമാണ്. രാമനോടുള്ള ആ നാട്ടുകാരുടെ സ്നേഹം അത്ര വലുതാണ്, രാമനിലുള്ള വിശ്വാസം അത്ര വലുതാണ്. ഒരു ഭരണാധിപൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം നമുക്കിവിടെ കാണാം. നാട്ടുകാരെല്ലാവരും ആ ഭരണാധിപന്റെ കൂടെ തന്നെ നിൽക്കുന്നു. സുഖമോ ദുഃഖമോ എന്നുള്ളതായ വ്യത്യാസമില്ല. ആ ഭരണാധിപനെ ഒരിക്കലും നാട്ടുകാർ കൈവിടാതിരിക്കണമെങ്കിൽ ഭരണാധിപൻ എത്ര കണ്ട് സ്നേഹവാത്സല്യങ്ങളും അതേപോലെ സേവനങ്ങളും ആ നാട്ടുകാരിൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. രാമൻ അവിടെ വിശ്രമിക്കുമ്പോൾ ഇത്രയും ദൂരം രാമന്റെ പിന്നാലെ അന്ന് പകൽ മുഴുവൻ ഓടി 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 നേരം പുലരുന്നതിന് മുമ്പേ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പതാ സന്ധ്യയായിരിക്കുന്നു. ഓടി ഓടി വന്ന ആളുകൾ രാമന്റെ ചുറ്റും തേരിന് ചുറ്റുപാടിയിരുന്നു. അവർ കുറെ കഴിഞ്ഞപ്പോഴേക്കും മെല്ലെ മയങ്ങി വീണുപോയി, ഉറങ്ങിപ്പോയി. ആ സമയത്ത് രാമൻ സുമന്ത്രരോട് പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ വേഗത്തിൽ തേരൊരുക്കുക. ഈ നാട്ടുകാർ നമ്മെ വിട്ടു പോവില്ല, അവർ കാട്ടിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് അവരെ പറ്റിച്ച് നമുക്ക് കടന്നു പോകണം. അങ്ങനെ പുരവാസികളെയെല്ലാം പറ്റിച്ച് രാമൻ കാനനത്തിനുള്ളിലേക്ക് പോവാണ്. വളരെ വേഗത്തിൽ നാട്ടുകാർ ഉണർന്നു നോക്കുമ്പോഴേക്കും രാമനെ കാണുന്നില്ല. നേരം പുലരുമ്പോഴാണ് അവർ ഉണർന്നത്, രാമനെ കാണുന്നില്ല. എങ്ങോട്ട് പോയി എന്നവർക്ക് യാതൊരു വ്യക്തമായ ലക്ഷ്യവും കിട്ടിയില്ല. അവർ ആവുന്നിടത്തോളമൊക്കെ അന്വേഷിച്ചു, പറ്റിയില്ല. അവസാനം നിവൃത്തിയില്ലാതെ അവർ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. രാമൻ 3-ാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും ഗംഗാതീരത്തെത്തുന്നു. വാൽമീകി രാമായണത്തിൽ അതെല്ലാം വളരെ വിശദമായിട്ട് പറയും. അങ്ങനെ മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടംബുക്ക് ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗിവേര അവിദൂരെ മരുവീടിനാൻ. ശൃംഗിവേരം എന്നു പേരായ പുരത്തിൽ നിന്നിട്ട് അധികം ദൂരെ അല്ലാതെ അദ്ദേഹം താമസിച്ചു ഗംഗാതീരത്ത്. ഗംഗയിൽ സ്നാനമെല്ലാം ചെയ്ത് അവിടെ ഒരു ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ അന്ന് ശിംശപാമൂലെ സുഖേനവാണിയിടിനാൻ. ശിംശപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം രാമൻ അന്ന് വസിക്കുകയാണ്.